ഹായ് ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ശ്രീവല്ലിപുത്തൂർ യാത്രയായിരുന്നു. ശ്രീവല്ലിപുത്തൂരിലേക്ക് നമ്മൾ എത്തുന്ന ട്രെയിൻ യാത്രയായിരുന്നു. ട്രെയിനിൽ നിന്നും കണ്ട പല കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ എവിടെ വന്നു, റൂമൊക്കെ എടുത്തു. അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീവല്ലിപുത്തൂർ ക്ഷേത്രത്തിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ റൂമിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്കാണ്. ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ രഥം. ഈ രഥമാണ്, അത് 18 വർഷത്തോളം ഈ രഥം അതിൻ്റെ പഴക്കം ചെന്ന കാരണം അത് രഥാഘോഷത്തിൽ അത് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് ഇരുമ്പ് വീലൊക്കെ വെച്ചിട്ട് അതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ആടി മാസത്തിലെ പൂരം നക്ഷത്രമാണ് ഇവിടുത്തെ ഉത്സവം എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഇവിടെ വരുന്നിടം വരെയും ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒറ്റ ഐഡിയയും ഇല്ലായിരുന്നു. ബാംഗ്ലൂർ യാത്രകളിൽ പല പ്രാവശ്യം ഇതിൻ്റെ മുന്നിലൂടെ, ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴേ, ഈ രഥം കിടക്കുന്ന ആ വഴിയില്ലേ, അതിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ ബാംഗ്ലൂരിൽ പോകുന്നത്. അപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് കയറണമെന്ന് 4 വർഷത്തെ യാത്രയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. നെക്സ്റ്റ് ടൈം നമുക്കിത് വഴി പോകുമ്പോൾ കയറാം, നെക്സ്റ്റ് ടൈം അങ്ങനെ പറഞ്ഞ് നീണ്ട 9 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ ക്ഷേത്രത്തിലൊന്ന് പോകാൻ സാധിച്ചത്. പക്ഷേ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള യാതൊരു ഐതിഹ്യങ്ങളും ഒന്നും നമുക്ക് വലിയ വ്യക്തതയില്ല. ഇവിടെ എന്താണെന്നുള്ളത് യാതൊരു ഐഡിയയുമില്ല. ആകെ കൂടെ അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ എംബ്ലം ഈ ഗോപുരമാണ് കാണിച്ചേക്കുന്നത്. അത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം ഇവിടെ വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയുടെ അവതാരമായ ഭൂമി ദേവിയും കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പം അതും നമുക്ക് അതിൻ്റെ സ്റ്റോറിയെക്കുറിച്ചും ഒന്നും നമുക്കിതിനെ അറിയത്തില്ലായിരുന്നു. വിഷ്ണു ഭഗവാനെ വടവത്രായി എന്നും മഹാലക്ഷ്മിയുടെ അവതാരമായ ഭൂമി ദേവിയെ കോതാർ നായർ അങ്ങനെ എന്തോ ആണ്, കോതനാച്ചിയാർ, അത് തന്നെ കോതനാച്ചിയാർ ആണ്ടാളെന്നും. എനിക്ക് തെറ്റ് പറ്റിയാൽ ക്ഷമിക്കണം കേട്ടോ, കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ല. അവിടെ കേട്ടതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം കോതനാച്ചിയാർ ആണ്ടാളെന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് അവിടെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ അവിടെ കണ്ട ഒരു പുള്ളിക്കാരനുണ്ടായിരുന്ന, ഒരു പ്രായം ചെന്നൊരു മനുഷ്യനാണ് പുള്ളി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നിർത്തി അവിടെ നിന്ന് കുറേ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളെ മനസ്സിലായിട്ടുള്ളൂ. അതിനകത്ത് പ്രശസ്ത 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ 88ാമത് ദിവ്യദേശമായിട്ടാണ് ഇവിടം കണക്കാക്കുന്നത് കേട്ടോ. അപ്പം 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ 88ാമത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗോപുരത്തിന് 193 അടിയോളം ഉയരം വരുന്നുണ്ട്. 11 നിലകളുമാണ്. തമിഴ്നാട്ടിലെ രാജഗോപുരങ്ങളിൽ 2ാം സ്ഥാനമാണ് ഇവിടെ ഈ ഗോപുരത്തിന് ഉള്ളത്. സംസ്ഥാനം എംബ്ലമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ രഥങ്ങളിൽ 2ാം സ്ഥാനം ഇവിടുത്തെ രഥത്തിന് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അവിടുത്തെ തുളസി, നന്ദവനം എന്ന് പറയുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നന്ദവനം. ഇപ്പോൾ അവിടെ എന്തൊക്കെയോ ചെടികളും തുളസികളും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പം അതാണ് അവിടുത്തെ നന്ദവനം. അപ്പം ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള സ്റ്റോറി പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, നന്ദവനം വളർത്തി പൂ പറിച്ച് പൂമാല കെട്ടി ഭഗവാന് സേവ ചെയ്തുകൊണ്ടിരുന്ന അതിഭക്തനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് പെരിയാർവാൾ. അത് തന്നെ പെരിയാർവാൾ എന്നാണ്. പുള്ളിയുടെ യഥാർത്ഥ പേര് വിഷ്ണുസിദ്ധർ എന്നാണ് കേട്ടോ. പെരിയാർവാൾ വിഷ്ണുസിദ്ധറാണ്, അവിവാഹിതനാണ്. അപ്പോൾ ഒരു ദിവസം നന്ദവനത്തിൽ പൂമാല കെട്ടാൻ പൂവിച്ചാനായിട്ട് പോയ സമയത്ത് നന്ദവനത്തിൽ ഒരു തുളസിത്തറയുടെ കീഴിൽ നിന്നും ഈ പെരിയാർവാൾ പേര് തിരിഞ്ഞു പോകുന്നുണ്ട്, എന്നെ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയുന്ന വാക്കുകൾ ആദ്യമായി കേൾക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തെറ്റിപ്പോകുന്നത്.
പെരിയാർ വാൾക്ക് അവിടുന്ന് ഒരു ഭയങ്കര ദൈവീകതയോട് കൂടിയ ഒരു പെൺകുഞ്ഞിനെ കിട്ടുകയാണ് അവിടുന്ന്. ആ ഒരു എന്താണ് തുളസിത്തറയിൽ നിന്നും, തുളസിത്തോട്ടമാണ് അവിടെ നിന്നും കിട്ടുന്നത്. അപ്പം അവിവാഹിതനായ ഇദ്ദേഹം ഈ കുഞ്ഞിനെ സ്വന്തം മകളായിട്ട് കരുതി എടുത്തു വളർത്തുകയാണ്. അങ്ങനെയാണ് ആണ്ടാൾ എന്ന് കോതൈ നാച്ചിയാർ ആണ്ടാൾ എന്ന് പേരിട്ടുകൊണ്ട് അദ്ദേഹം എടുത്തു വളർത്തി. അപ്പം ഈ ഇദ്ദേഹം നമ്മുടെ പെരിയാർ വാൾക്ക് ഭയങ്കര അതിഭക്തനായ വിഷ്ണു അതിഭക്തനാണല്ലോ. അപ്പം ഇദ്ദേഹം എപ്പോഴും കണ്ണനെക്കുറിച്ചും വിഷ്ണു ഭഗവാനെക്കുറിച്ചുമുള്ള കഥകളെല്ലാം പറഞ്ഞാണല്ലോ ഇതിനെ വളർത്തുന്നത്. അപ്പം ഈ കഥകളെല്ലാം കേട്ട് വളർന്നു വന്നതുകൊണ്ട് നമ്മുടെ ഈ ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലം ഈ കുഞ്ഞ് ഗോകുലമായിട്ടും താൻ ഗോപികയായിട്ടും കരുതി അങ്ങ് വളരുകയായിരുന്നു. ഭയങ്കര കണ്ണൻ്റെ ഗോപികയാണ് എന്നുള്ള രീതിയിൽ കണ്ട് വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഡെയിലി ഈ പെരിയാർവാൾ ഭക്തനാണല്ലോ. അപ്പം പൂമാല കെട്ടി ദൈവത്തിന് മാല ചാർത്തുമായിരുന്നു. അപ്പോൾ ഈ പെരിയാർവാൾ ഈ മാല ചാർത്താനായിട്ട് അത് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ആണ്ടാൾ ഇദ്ദേഹം കാണാണ്ട് ഈ മാല എടുത്ത് അവിടെ ഒരു വെങ്കല കണ്ണാടിയുണ്ട്. ആ വെങ്കല കണ്ണാടിയിൽ നോക്കി ഈ മാല അണിയും. എന്നിട്ട് താന് വിഷ്ണു ഭഗവാന് ചേർന്ന ഒരു ആളാണോ എന്ന് നോക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി ഈ മാല ഇദ്ദേഹം അറിയുന്നില്ലല്ലോ, ഇദ്ദേഹം വിഷ്ണു ഭഗവാന് ചാർത്തി കൊടുക്കും. ഒരു ദിവസം ഈ മാലയിൽ മുടി കാണുന്നുണ്ട്. മുടി കാണുന്നത് കണ്ട് ആണ്ടാളെ പെരിയാർവാൾ വഴക്ക് പറയുകയും പുതിയൊരു മാല കെട്ടി ഭഗവാന് ചാർത്തി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ഒരു ദിവസം അന്ന് രാത്രിയിൽ വിഷ്ണു ഭഗവാന് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആണ്ടാൾ അണിഞ്ഞ മാല തന്നെ വേണം, എനിക്കതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെയും ആണ്ടാൾ വൈകുന്നേരം ചാർത്തുന്ന മാലയാണ് അടുത്ത ദിവസം രാവിലെ വിഷ്ണു ഭഗവാന് ചാർത്തി കൊടുക്കുന്നത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് പറഞ്ഞ കഥയിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ അവിവാഹിതരായ സ്ത്രീകൾ ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും നല്ല ഭർത്താവ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വരുന്നത് ഭയങ്കര ഭാഗ്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിളിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണ്ടാൾ വിഷ്ണു ഭഗവാനെ തൻ്റെ ഇഷ്ടം അറിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ദൂതയച്ചു. ആരുമായിട്ട്? ആദ്യം മഴയെ വിട്ടു, പിന്നീട് വണ്ടിനെ വിട്ടു, പിന്നീട് കിളിയെ വിട്ടു. മഴ എന്ത് ചെയ്തു? മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് വിഷ്ണു ഭഗവാന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് മൊത്തത്തിൽ പെയ്ത് തീർന്നിട്ട് പറയാൻ പോയ കാര്യം മറന്നുപോയി. അതിനുശേഷം തിരിച്ചു വന്നു. അടുത്തത് വണ്ടിനെ വിട്ടു. വണ്ട് ഭഗവാനിൽ ചാർത്തിയിരുന്ന പൂവിൻ്റെ സുഗന്ധത്തിൽ മതിമറന്ന് അതും പറയാൻ പോയ കാര്യം ഇങ്ങനെ മറന്നിട്ട് തിരിച്ചു പോരുന്നു. പിന്നീട് കിളിയാണ് ഈ കാര്യം അവതരിപ്പിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മരച്ചീനിയിലെയും മാതളപ്പൂവും വെച്ചിട്ട് ഒരു കിളിയെ ഉണ്ടാക്കി ആണ്ടാളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തോ ഒരു വിശേഷപ്പെട്ട സമയത്ത് ഇങ്ങനെ പ്രത്യേകം തരം ആൾക്കാരുണ്ട്, അവരാണത് ഉണ്ടാക്കി അവിടെ വയ്ക്കാറ്. അത് ക്ഷേത്രത്തിലേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, നമുക്കവിടെ മേടിക്കാൻ പറ്റത്തില്ല. പൂജ കഴിഞ്ഞിട്ട് അത് ഭക്തർക്ക് കൊടുക്കും, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അതിനെക്കുറിച്ചും വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര കുറേ ഐതിഹ്യങ്ങൾ, കുറേ കഥകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പം ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ. കണ്ട കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ തിരികെ പോവുകയാണ്. രാത്രിയിലത്തെ ട്രെയിനിൽ തന്നെ തിരിച്ച് പോവുകയാണ്. രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കല്ല, 2 മണിക്കാണ് നമ്മുടെ ട്രെയിന്. അതിൽ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാച്ചാ ബൈ.